ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കുകയും അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിൻഹാജ്, ഞങ്ങളവിടെ വലിയൊരു ജില്ലാ സമ്മേളനം, നിയമസഭാ മണ്ഡലത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രകടനമായി വന്ന് പാലക്കാട് സ്റ്റേഡിയത്തിന്റെ ആ സൈഡിലുള്ള ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് മിൻഹാജിനെ ഞങ്ങൾ പിൻവലിക്കുകയും UDFന് നമ്മൾ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അവിടെ വലിയ വോട്ടിനെ അവിടെ വിജയിച്ചു. ഞാൻ ആ വോട്ടിന്റെ അവകാശത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്കെന്റെ ഈ നാടിനെ പോലെ തന്നെ ബന്ധമുള്ള നാടാണ് പാലക്കാട്. അതെല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്നതാണ്. അവിടെ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പശ്ചാത്തലവും റാവുത്തർ ഫാമിലിയായിരുന്നു. ആ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള റാവുത്തർ സമുദായം താമസിക്കുന്ന സ്ഥലമാണ്. 4000 എന്താ പറയാ കുടുംബ വോട്ട് ഈ റാവുത്തർ ഫാമിലികളുടെ വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പിൻവലിച്ചു കൊടുത്തു, പിന്തുണ കൊടുത്തു. ഒറ്റ കാര്യമുള്ളൂ ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം. ഏറ്റതായിരുന്നു. മിൻഹാജിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പിന്നെ ഈ പറയുന്ന ലീഡർഷിപ്പിൽ ഒരാൾ പോലും മാന്യമായിട്ടൊന്ന് വിളിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല.